ഓസ്ട്രേലിയനെ പഞ്ഞിക്കിടുന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ആരാധകർ അങ്ങനെ കണ്ടു പരിചയമില്ലാത്തൊരു സീനായിരിക്കും. അതും ടെസ്റ്റ് ക്രിക്കറ്റിൽ, അതും ഓസ്ട്രേലിയയിൽ വെച്ച്. എന്നാൽ ഓസ്ട്രേലിയയിൽ വെച്ച് ഓസ്ട്രേലിയ പഞ്ഞിക്കിട്ടുകൊണ്ടേയിരിക്കുകയാണ് ബംഗ്ലാദേശ് പുലികൾ ഒരു കങ്കാരു റോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യത്തെ 2 ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇനിയും 3 ദിവസങ്ങളുണ്ട്. ടെസ്റ്റ് മാച്ചാണ്. ഏത് നിമിഷവും ഏത് ഇന്നിങ്സിലും ഏതെങ്കിലും ഒരൊറ്റ സെഷനിൽ കംപ്ലീറ്റ്ലി ഗെയിം പിടിക്കാൻ കെൽപ്പുള്ള ഓസ്ട്രേലിയയാണ് കളത്തിലുള്ളത്. സോ ഇപ്പോഴേ ബ്രോ ഒരു പ്രഡിക്ഷനിലേക്ക് പോകണ്ടെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രഡിക്ഷനിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ ഒരു ഗംഭീര പ്രകടനം പറയാണ്ടിരിക്കുന്നത് എങ്ങനെ കേട്ടോ. 198 റൺസിനാണ് ഓസ്ട്രേലിയ അവർ ഓൾ ഔട്ട് ആക്കിയത്. ഓസ്ട്രേലിയയുടെ മോശം ടീമൊന്നുമല്ല, നല്ലൊരു ടീമാണ് കളത്തിലിറങ്ങിയത്. അവരെ ഈ ഒരു 198 ഓൾ ഔട്ട് ആക്കുമ്പോൾ 6 വിക്കറ്റുകൾ നേടി ഹസൻ മുഹമ്മദ് ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. തിരിച്ച് ബംഗ്ലാദേശ് ഒരിടങ്ങളിലും പതറിയില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. നിലവിൽ 6 വിക്കറ്റുകൾ നഷ്ടത്തിൽ അവർ 351 റൺസ് നേടി, അതായത് 153 റൺസിൻ്റെ ലീഡുണ്ട്. മറ്റൊരു ഹസൻ, അതായത് തൻസീദ് ഹസൻ്റെ ഒരു കിടിലൻ സെഞ്ചുറി അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഷാൻറ്റോൻ്റെ, നജ്മുൽ ഹുസൈൻ ഷാൻറ്റോൻ്റെ ഒരു കിടിലൻ ഹാഫ് സെഞ്ചുറി വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഒരു ബാറ്റിംഗ് കൺസിസ്റ്റൻസി ഈ ഒരു ടീമിന് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഇതുവരെയുള്ള എല്ലാ സെഷനിലും കംപ്ലീറ്റ് ഡോമിനൻസ്. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് തന്നെയാണ്. ഈ മാച്ചിൽ 2 ദിവസങ്ങളിലായിട്ട് ഒരൊറ്റ സെഷനിൽ പോലും ഇല്ലാതെ എല്ലാ സെഷനുകളിലും ആധിപത്യം പുലർത്താൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പലരും ഈ മത്സരം ഓസ്ട്രേലിയ തിരിച്ചു പിടിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതാണ് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ മാജിക്. സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വരുമ്പോൾ എത്രമാത്രം അപകടകാരികളാണ് ഓസ്ട്രേലിയ എന്ന് നമുക്കറിയാം. ഒരു ചാമ്പ്യൻ ടീമാണ്. പലപ്പോഴും ഇതുപോലുള്ള സിറ്റുവേഷൻസ് അവർ ഫേസ് ചെയ്തിട്ടുണ്ട്, അതിനെ അവർ ഓവർകം ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ച് ബംഗ്ലാദേശ് ടീമിനെ സംബന്ധിച്ച് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരുടെ കയ്യിലിരുന്ന മത്സരങ്ങൾ പലപ്പോഴും അവർ കൊണ്ട് കളഞ്ഞിട്ടുമുണ്ട്. സോ ഇനിയുള്ള 3 ദിവസങ്ങൾ രസകരമാകാൻ വേണ്ടിയിട്ട് വന്നത്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന ചാമ്പ്യൻ ടീം അവരുടെ ചാമ്പ്യൻ സ്ട്രെങ്ത് കാണിച്ചുകൊണ്ട് ഇനിയുള്ള 3 ദിവസങ്ങളിൽ മടങ്ങി വരുമോ എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ച് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഈ 2 ദിവസങ്ങളിൽ അവർ നേടിയിട്ടുള്ള ആധിപത്യം നിലനിർത്തിക്കൊണ്ട് ഈ മത്സരത്തിൽ ഓസ്ട്രേലിയയിൽ ഒരു ചരിത്രം എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. സോ രസകരമായിരിക്കും ഇനിയുള്ള 3 ദിവസം. ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് അതിൻ്റെ ഏറ്റവും പീക്കിലേക്ക് എത്തുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അതാണ്. നമുക്കൊട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഒരു സീരീസ് പോലെ, ഒരു സിനിമ പോലെ നമ്മളിങ്ങനെ ഒരു ഡ്രൈവിംഗ് സീറ്റിൻ്റെ എഡ്ജിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. സോ ഈ ഒരു മാച്ചിൽ നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താ? ചാമ്പ്യൻ ടീമായിട്ടുള്ള ഓസ്ട്രേലിയ അവരുടെ ആ ഒരു ചാമ്പ്യൻ സ്ട്രെങ്ത് കാണിച്ച് ഈ ഒരു മത്സരത്തിൽ ഈസി ആയിട്ട് തിരിച്ചു വരും, ബംഗ്ലാദേശിനെ മുട്ടുകുത്തിക്കും. ഓർ ബംഗ്ലാദേശ് അവർ ചരിത്രം എഴുതും, അവർ ഓസ്ട്രേലിയയിൽ പോയി ഓസ്ട്രേലിയയെ മുട്ടുകുത്തിക്കും. ഇതിലേതാണ് പ്രവചനങ്ങൾ? കുറച്ച് പ്രവചനങ്ങൾ കേൾക്കാമല്ലോ. ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ, എന്താണ് നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്നത്? കമൻറ്റ് ചെയ്യണേ. ഒപ്പം പറ്റുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.